ദുബൈയിലെ തിരക്കേറിയ റോഡുകളിലൂടെ വാഹനമോടിക്കുമ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ ടോൾ ഗേറ്റുകൾ പിന്നിടാൻ സഹായിക്കുന്ന അത്യാധുനിക സംവിധാനമാണ് സാലിക്. ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അവതരിപ്പിച്ച ഈ ബാരിയർ രഹിത റേഡിയോ ഫ്രീക്വൻസി ടോൾ സംവിധാനം നഗരത്തിലെ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നു. ടോൾ പ്ലാസകളിൽ വാഹനം നിർത്തി പണം നൽകേണ്ടതില്ലാത്തതിനാൽ അക്കൗണ്ടിൽ പണമില്ലാത്തതോ ടാഗ് രജിസ്റ്റർ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ പലരും വൈകിയാണ് തിരിച്ചറിയുന്നത്. ഇത് അറിവില്ലായ്മ മൂലം വൻ തുക പിഴയായി നൽകേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. സാലിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നിയമങ്ങളും ഇളവുകളും കൃത്യമായി മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കും. സാലിക് ഗേറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ അക്കൗണ്ടിൽ ആവശ്യത്തിന് ബാലൻസ് ഇല്ലാത്തതാണ് മിക്ക ഡ്രൈവർമാരും നേരിടുന്ന പ്രധാന വെല്ലുവിളി. എന്നാൽ അക്കൗണ്ടിൽ ബാലൻസ് തീർന്നു പോയാൽ ഉടൻ തന്നെ പിഴ ഈടാക്കപ്പെടുകയില്ല എന്നത് ഡ്രൈവർമാർക്ക് വലിയ ആശ്വാസമാണ്. പണമില്ലാതെ ഗേറ്റ് കടന്നാൽ ആ യാത്ര നടന്ന തീയതി മുതൽ 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ അക്കൗണ്ട് റീചാർജ് ചെയ്യാനുള്ള അവസരം ഗതാഗത അതോറിറ്റി നൽകുന്നുണ്ട്. ഈ സാവകാശ സമയത്തിനുള്ളിൽ പണമടച്ചാൽ പിഴയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകാം. എന്നാൽ 5 പ്രവൃത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്കൗണ്ട് റീചാർജ് ചെയ്തില്ലെങ്കിൽ ഓരോ ദിവസത്തെയും ലംഘനത്തിന് 50 ദിർഹം വീതം പിഴ ഈടാക്കും. ഒരു വാഹനത്തിന് ഒരു ദിവസം എത്ര തവണ ഗേറ്റ് കടന്നാലും പരമാവധി ഒരു ലംഘനത്തിന് മാത്രമേ ഇത്തരം പിഴ ചുമത്തുകയുള്ളൂ. വാഹനത്തിൽ സാലിക് ടാഗ് ഒട്ടിക്കാതെ അല്ലെങ്കിൽ നിലവിലുള്ള അക്കൗണ്ടിൽ വാഹനം രജിസ്റ്റർ ചെയ്യാതെ ടോൾ ഗേറ്റ് കടന്നു പോകുന്നത് കൂടുതൽ ഗുരുതരമായ നിയമലംഘനമാണ്. പുതിയ വാഹനം വാങ്ങുമ്പോഴോ ടാഗ് മാറ്റുമ്പോഴോ ആണ് ഇത്തരം തെറ്റുകൾ കൂടുതലായി സംഭവിക്കുന്നത്. ആദ്യമായി രജിസ്റ്റർ ചെയ്യാത്ത വാഹനവുമായി ടോൾ ഗേറ്റ് കടക്കുമ്പോൾ 10 പ്രവൃത്തി ദിവസത്തെ സാവകാശം ലഭിക്കും. ഈ സമയത്തിനുള്ളിൽ പുതിയ സാലിക് ടാഗ് വാങ്ങി അക്കൗണ്ടിൽ ആക്റ്റീവ് ആക്കേണ്ടതുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ആദ്യ യാത്രയ്ക്ക് 100 ദിർഹം പിഴ ചുമത്തും. രണ്ടാമത്തെ തവണ ഇത് 200 ദിർഹമായും തുടർന്നുള്ള ഓരോ യാത്രയ്ക്കും 400 ദിർഹം വീതമായും വർദ്ധിക്കും. ഒരു വാഹനത്തിന് ഒരു ദിവസം ഒരു ലംഘനം മാത്രമേ കണക്കാക്കൂവെങ്കിലും തുടർച്ചയായ യാത്രകൾ വലിയ തുകയുടെ ബാധ്യത വരുത്തിവെക്കും. സാലിക് ടാഗിൽ മനഃപൂർവ്വം കൃത്രിമം കാണിക്കുകയോ സാലിക് ടോൾ ഗേറ്റുകൾക്കും സെൽഫ് സർവീസ് റീചാർജ് മെഷീനുകൾക്കും ഭൗതികമായ കേടുപാടുകൾ വരുത്തുകയോ ചെയ്യുന്നത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇത്തരം പ്രവൃത്തികൾക്ക് 10,000 ദിർഹം വരെ കനത്ത പിഴയും കടുത്ത നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം ഡ്രൈവർമാരുടെ സാമ്പത്തിക ഭാരം പരിഗണിച്ച് ഒരു വാഹനത്തിന് ഒരു വർഷത്തിൽ സാലിക് ലംഘനങ്ങൾ മൂലം ലഭിക്കാവുന്ന പരമാവധി പിഴ തുക 10,000 ദിർഹമായി ക്ലിപ്പ് ചെയ്തിട്ടുമുണ്ട്. കൂടാതെ അക്കൗണ്ടിൽ തുടർച്ചയായി 5 വർഷത്തേക്ക് യാതൊരു റീചാർജോ ടോൾ ഉപയോഗമോ ഇല്ലാതിരുന്നാൽ ആ അക്കൗണ്ട് സ്വയം നിർജീവമാകുകയും അതിലെ ശേഷിക്കുന്ന തുക കണ്ടുകെട്ടുകയും ചെയ്യും. അതിനാൽ UAEക്ക് പുറത്തേക്ക് ദീർഘകാലത്തേക്ക് പോകുന്നവർ അക്കൗണ്ട് അപ്ഡേറ്റായി നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില സാഹചര്യങ്ങളിൽ തെറ്റായ രീതിയിൽ പിഴ ഈടാക്കിയിട്ടുണ്ടെന്ന് തോന്നിയാൽ അതിനെതിരെ പരാതിപ്പെടാൻ സാലിക് സൗകര്യമൊരുക്കുന്നുണ്ട്. ട്രാഫിക് ഫയലിൽ പിഴ രേഖപ്പെടുത്തിയ തീയതി മുതൽ 13 മാസത്തിനുള്ളിൽ ഔദ്യോഗിക ചാനലുകൾ വഴി തർക്കം ഫയൽ ചെയ്യാം. വെബ്സൈറ്റ് വഴിയോ സ്മാർട്ട് സാലിക് ആപ്പ് RTA ദുബായ് ആപ്പ് വഴിയോ സൗജന്യമായി ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എപ്പോഴും സജീവമാക്കി നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. കാരണം കുറഞ്ഞ ബാലൻസ്, പിഴകൾ എന്നിവയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ ലഭിക്കാൻ ഇത് സഹായിക്കും. പതിവായി ആപ്പുകൾ വഴിയോ വെബ്സൈറ്റ് വഴിയോ അക്കൗണ്ട് പരിശോധിക്കുന്നതും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച് ഓട്ടോ റീചാർജ് സംവിധാനം സജ്ജമാക്കുന്നതും അപ്രതീക്ഷിത പിഴകളിൽ നിന്ന് ഡ്രൈവർമാരെ പൂർണ്ണമായി സംരക്ഷിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.